സംസ്ഥാന ബിജെപിയിൽ ഭാരവാഹി പ്രഖ്യാപനം ഉടൻ നടക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ എത്തും. മുമ്പ് പുതിയ ഭാരവാഹികളുടെ പ്രഖ്യാപനവും പ്രതീക്ഷിക്കുകയാണ് നേതൃത്വം. ഗ്രൂപ്പ് സന്തുലനമല്ല, പ്രവർത്തന മികവിനാകും മുൻഗണനയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം നേതൃത്വത്തെ വിമർശിക്കുന്നതിനാൽ ഒതുക്കപ്പെടുമെന്ന് വിലയിരുത്തലാണ് വി മുരളീധര പക്ഷം. സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ച് 3 മാസമായി. പാർട്ടിയെ ചലിപ്പിക്കേണ്ട ഭാരവാഹികൾ ഇനിയുമായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ പാർട്ടി സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനത്തിനും വാർഡ് തല ഭാരവാഹികളുടെ യോഗത്തിനുമായി കേരളത്തിലെത്തുകയാണ്. അതിനു മുൻപായി പുതിയ ഭാരവാഹികളെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഗ്രൂപ്പ് ഇല്ലാതാക്കാൻ വന്ന രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു ഗ്രൂപ്പായി മാറുകയോ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുകയോ ചെയ്തിരിക്കുകയാണ്. ഈ വിമർശനം വി മുരളീധര പക്ഷത്തിൻ്റെതാണ്. വി മുരളീധര പക്ഷത്തെ ഒതുക്കിയെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ 3 മാസക്കാലത്തിനിടെ നടന്ന ജില്ലാ ഭാരവാഹികളുടെ നിർണയം. രാജീവ് ചന്ദ്രശേഖരനൊപ്പം നിന്ന് പിന്തുണ നൽകുന്ന പി കെ കൃഷ്ണദാസ് പക്ഷത്തിന് ഭാരവാഹി പട്ടികയിൽ പരിഗണന കിട്ടുമെന്ന് ഉറപ്പാണ്. എം ടി രമേശ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. വൈസ് പ്രസിഡന്റായ ശോഭാ സുരേന്ദ്രനെയും ജനറൽ സെക്രട്ടറിയാക്കുമെന്നാണ് സൂചന. രാജീവ് ചന്ദ്രശേഖർ സംഘടനാ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ എസ് സുരേഷ് ജനറൽ സെക്രട്ടറിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. എന്നാൽ വി മുരളീധര പക്ഷത്തുള്ള ആർക്കും ജനറൽ സെക്രട്ടറി പദം ലഭിക്കില്ലെന്ന സംശയം അവരുടെ ഗ്രൂപ്പിൽ തന്നെ ശക്തമാണ്. അങ്ങനെയെങ്കിൽ നിലവിൽ ജനറൽ സെക്രട്ടറിമാരായിരുന്ന എസ് കൃഷ്ണകുമാറും പി സുധീറും ഒഴിവാക്കപ്പെടും. ഇനി വി മുരളീധര പക്ഷത്തിന് പ്രാതിനിധ്യം നൽകാനാണ് തീരുമാനമെങ്കിൽ ഒരാളെ ജനറൽ സെക്രട്ടറി പദത്തിൽ നിലനിർത്തും. 2 പേർക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകി ഒരാളെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും അവർ കാണുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തരായ അനൂപ് ആന്റണി, ഷോൺ ജോർജ് എന്നിവരിൽ ഒരാളെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിട്ടുണ്ട്. 10 വീതം സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ഉണ്ടാകും. കഴിഞ്ഞ തവണ സംസ്ഥാന സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് പദവികളിൽ ഇരുന്നവർ പലരും ഒഴിവാക്കപ്പെടും. ഗ്രൂപ്പില്ലെന്ന് പറഞ്ഞ നേതൃത്വം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനൊപ്പം നിന്നാൽ സംസ്ഥാന ബിജെപിയിലെ ഗ്രൂപ്പ് പോര് മുൻപുള്ളതിലും ശക്തമാകാൻ വഴിയൊരുങ്ങും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.